പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനായ ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താൻദാസൻ പാസ്റ്റർ ലാലു ചാക്കോയാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താൻദാസൻ പാസ്റ്റർ ലാലു ചാക്കോയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, പാസ്റ്റർ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഒന്ന് പരിചയപ്പെടുത്താമോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പാസ്റ്റർ എവിടെയാണ് മിനിസ്റ്റർ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായിട്ടും പറയാം. അരോമ ടി വിയിലെ പങ്കെടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിന്റെ നടത്തിപ്പുകാരനായിരിക്കുന്ന പ്രിയ പാസ്റ്ററോട് വളരെ വളരെ നന്ദി കടപ്പാടുമുണ്ട്. എൻ്റെ പേര് ഇവിടെ പാസ്റ്റർ പറഞ്ഞതുപോലെ ലാലു ചാക്കോ എന്നാണ് പേര്. ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലം പഞ്ചായത്തില് നാലുവശത്താലും വനത്താൽ ചുറ്റപ്പെട്ട ചെറിയൊരു ഗ്രാമം കട്ടത്തറ എന്ന് പറയും. ആ കട്ടത്തറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കള് കൊല്ലം ജില്ലയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. ജനിച്ചു വളർന്നതൊക്കെ അവിടെയാണ്. ഞങ്ങള് എൻ്റെ പപ്പ ഒരു പാസ്റ്റർ ആയിരുന്നു. പപ്പയുടെ പപ്പ ദാനിയൽ ഉപദേശി എന്ന് പറയും. അദ്ദേഹം ആണ് ആ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ചിറ്റാറിന്റെ ആദ്യമായിട്ട് പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് വന്ന ഒരു ഉപദേശിയായിട്ട് വന്നത് എൻ്റെ വല്യപ്പച്ചനാണ്. ദാനിയൽ ഉപദേശി എന്നാണ് അറിയപ്പെടുന്നത്. അവർ രണ്ടുപേരും പപ്പായും വല്യപ്പച്ചനും കർത്താവിൽ ചേർക്കപ്പെട്ടു. ഞാൻ ജനിച്ചു വളർന്നത് കട്ടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. നമ്മുടെ ഒരു സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ഈ അടുത്ത സമയത്താണ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആ പ്രദേശത്ത് ഉണ്ടായത്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കറണ്ടോ വഴികളോ വാഹനമോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങള് അവിടെ ജനിച്ചു വളർന്നത് ജീവിച്ചതൊക്കെ. അപ്പൊ ഞങ്ങളുടെ പപ്പയും വല്യപ്പച്ചനും ഒക്കെ ഈ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലായതുകൊണ്ട് അവരെങ്ങനെയാണ് കട്ടത്തറ വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പച്ചൻ എന്തോ ആവശ്യത്തിന് വന്നപ്പോഴാണ് അന്ന് ആ ഭാഗത്തൊക്കെ വില കുറച്ച സ്ഥലം കിട്ടുന്നെന്ന് അറിഞ്ഞപ്പോഴ് കുറച്ച് സ്ഥലം വാങ്ങിച്ച് പപ്പായും പപ്പായുടെ ജ്യേഷ്ഠനും അവരുടെ ഭാര്യമാരും അന്നുണ്ടായിരുന്ന 3-4 കൊച്ചുമക്കളെ കൊണ്ട് പോകുന്നതാണ്. പിന്നെ അവിടെ ഏറിയ നാളുകൾ സുവിശേഷ വേല ചെയ്തു. സുവിശേഷ വേല ചെയ്തു. വളരെ കഷ്ടതയിൽ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഞങ്ങളൊക്കെ വീട്ടിലൊരു 2 മണിക്കൂർ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അന്ന് എവിടെയെങ്കിലും ഒരു കവലകളിൽ പരസ്യയോഗം നടത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പരസ്യയോഗം നടത്തി പറയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 7 മക്കളാണ്. ഈ 7 മക്കളും അപ്പനും അമ്മയും വല്യപ്പച്ചനും വല്യമ്മച്ചും കൂടാണ് പോകുന്നത്. 11 പേരടങ്ങുന്ന ഒരു ടീം അന്ന് ഞങ്ങൾക്കുണ്ട്. ഞങ്ങള് ഈ ചിറ്റാർ പഞ്ചായത്ത് എന്നല്ല, പത്തനംതിട്ട ജില്ലയുടെ ഏകദേശം ഒരു ഭാഗം മുഴുവൻ ഞങ്ങൾ കയറി ഇറങ്ങാത്ത വീടുകളില്ല. ഞങ്ങളെ ആട്ടി ഓടിക്കാത്ത വീടുകളില്ല. ഞങ്ങളിൽ നിന്ന് പ്രസംഗിക്കാത്ത കവലകളില്ല. ഞങ്ങളുടെ ആ കട്ടത്തറ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിൽ ഓരോ വീടിന്റെയും മുറ്റത്ത് പോയി ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഒത്തിരി ആക്ഷേപങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് പെന്തക്കോസ്തിൽ ചേരണം എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയും അതുപോലെ നമ്മളെ കാണുമ്പോൾ അവര് കളിയാക്കി അന്യഭാഷകൾ പറയുകയും പിന്നെ അന്ന് ചക്കയും മാങ്ങയും ഒക്കെ കൂട്ടിയൊക്കെ നമ്മളെ കളിയാക്കും. അല്ലാത്തൊരു ഞങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് വാസ്തവത്തില് നല്ലൊരു യുദ്ധം കഴിഞ്ഞാ വരുന്നത്. കാരണം ഒത്തിരി നേരമൊക്കെ നമ്മുടെ അടുത്ത് ഇത് പറയുമ്പോൾ നമ്മളും പിള്ളേരാണ്. അപ്പൊ നമ്മളത് പ്രതികരിക്കും, അങ്ങനെ വഴക്കാവും. എങ്കിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കട്ടച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എന്റെ ഓർമ്മയില് ഇതിനു മുൻപേ ഒരു പ്രാവശ്യം ഒരു ദൈവദാസൻ ഈ ആരോമ ടി വി ഒന്ന് പ്രസംഗിച്ചപ്പോൾ
കട്ടച്ചിറയിൽ നിന്നുള്ളൊരു വ്യക്തിയാണെന്ന് കേട്ടു. പക്ഷെ ഞങ്ങൾ ആരൊന്നും കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ ആദ്യത്തെ ഞങ്ങളൊക്കെ വരുന്നതിന് മുൻപേ ഉള്ള ആൾക്കാരാ. അതിനുശേഷം അവരൊക്കെ ഒന്ന് പോയി. എന്നാൽ അവിടെ ജനിച്ചു വളർന്ന് സുവിശേഷ വേലയുടെ വളർന്നതിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞാനും ഒന്ന് ഫിലിപ്പ് എന്ന് പറയും. അദ്ദേഹം എന്റെ കാട്ടി ഒത്തിരി മൂത്തൊരു അച്ചാച്ചനാ. അദ്ദേഹം ബാംഗ്ലൂരാ. അപ്പൊ ഞങ്ങൾ 2 പേര് നിലവിൽ ഇപ്പോൾ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പാസ്റ്റർമാരായിട്ട് ആ കട്ടച്ചിറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്നുണ്ട്. പക്ഷെ അന്ന് ഞങ്ങളെ കളിയാക്കിയ പലരും ഇന്ന് വൈകിട്ട് ഇന്ന് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം, വേദപുസ്തകം എടുത്തോണ്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നാൽ കാണാം. വളരെ സന്തോഷമാണ്. അന്ന് ഞങ്ങൾ ടമ്പാർ കൊട്ടി രാത്രി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ഇന്ന് ഞങ്ങളുടെ അയൽവക്കത്ത് പല വീട്ടുകളിലും ടമ്പാർ കൊട്ടി പാടുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കണ്ണുനീരോട് വിതച്ചാൽ നമുക്കത് കൊയ്യാൻ കഴിയും. അങ്ങനെ എന്റെ ചെറിയ അനുഭവത്തിലേക്ക് ഞാൻ വന്നത്, ഞങ്ങൾ 7 മക്കളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 7 മക്കളിൽ എന്റെ അമ്മ, ഞാൻ 10ാം ക്ലാസ് പഠിച്ച് 93-ലാണ് ഞാൻ SLC എഴുതുന്നത്. SLC എഴുതിയിട്ട് ആ 93 ജൂൺ മാസം തന്നെ മാർച്ചില് പിന്നെ ഇത് വന്നു. ജൂൺ മാസം റിസൾട്ട് അറിയുന്നു. ജൂൺ മാസം തന്നെ ഞാൻ അടൂർ പറന്തൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ IBI എന്ന് പറയുന്ന ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ ദൈവവചനം പഠിക്കാനായിട്ട് ഞാൻ പോയി. കാരണം കുഞ്ഞുനാൾ മുതലേ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സുവിശേഷ വേല ചെയ്യണം, ഒരു പാസ്റ്റർ ആകണം. കാരണം അപ്പനും വല്യപ്പനും ഒക്കെ ഇതായതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ഒരു വാഞ്ചയുണ്ട്. ആ നിലയിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പം എങ്ങനെയെങ്കിലും സുവിശേഷ വേല ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അപ്പം സ്കൂളിൽ ഞങ്ങളോട് ചോദിക്കുമ്പോഴും പിന്നെ എല്ലാവരും പറയും, അധ്യാപകർ ടീച്ചർമാർ ചോദിക്കും, നിങ്ങൾക്ക് എന്തോ ആയി തീരണം. അപ്പം പലത് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ, ഒരാൾ പറഞ്ഞു എനിക്ക് വലിയൊരു അബ്കാരി ആകണം, ഒരാൾ പറഞ്ഞൊരു കളക്ടർ ആകണം. അബ്കാരി ആകണം എന്ന് പറഞ്ഞ ആള് വാസ്തവത്തിൽ അബ്കാരിയായിട്ട് തന്നെ മാറിയെന്നുള്ളതാണ്. അങ്ങനെ പലരും പല അവരുടെ വീക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അന്നും പറയുന്നത് എനിക്കൊരു ഉപദേശിച്ചാകണം. അപ്പം കൂട്ടത്തോടെ ചിരി വരും. ചിരി വന്നിട്ട് കളിയാക്കും, പിന്നെ അതങ്ങനെ പോകും. എങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും സുവിശേഷ വേല ചെയ്യണം എന്നുള്ളൊരു വലിയ വാഞ്ചയുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഈ പറന്തൽ പഠിക്കാൻ പോയി. അവിടെ ഞങ്ങൾ പഠിക്കാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് പെന്തക്കോസ്തുകാര്, CIC-കാര്, CMS-കാര്, പിന്നെ ഈ സാലൂഷൻ ആർമിക്കാര്, മർത്തോമക്കാര്, കാത്തലിക്സ് ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. അവിടെ ഉപദേശങ്ങൾ മാത്രമേ നമ്മൾ ബൈബിൾ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. സഭയുടെ ഉപദേശങ്ങളൊന്നുമില്ല. നല്ല ടീച്ചിങ് ആണ്, നല്ലത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ എന്റെ അമ്മ മരിച്ചു. അതായത് അമ്മയ്ക്ക് 42 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ പെട്ടെന്ന് മരിച്ചു കഴിയുമ്പോൾ എന്റെ മൂത്ത 2 സഹോദരിമാര് അവർ വിവാഹപ്രായത്തോടടുത്ത് വരുന്ന സമയമാണ്. അപ്പം എനിക്കതൊരു വല്ലാത്തൊരു വിഷമമായി എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ടുവച്ചിട്ട്. കാരണം ഈ സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ട് മക്കൾ വളർന്നു വരും, ദൈവം തക്ക സമയത്ത് അയക്കുമെന്നുള്ള പ്രതീക്ഷ അല്ലാതെ അവരുടെ കയ്യിൽ ഒന്നും കരുതി വെച്ചിട്ടില്ല. കാരണം പപ്പ ഈ സുവിശേഷ വേലയുടെ ഇടയ്ക്കും നമുക്ക് കുറച്ച് പറമ്പുണ്ട്, സ്ഥലമുണ്ട്. ആ സ്ഥലത്തൊക്കെ നല്ല കൃഷി ചെയ്യാൻ നല്ല മിടുക്കനായിരുന്നു. അപ്പൊ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ 100 വാഴ വെച്ച് കഴിഞ്ഞാൽ ആ വാഴക്കൊല വെട്ടി വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് കൊല വെട്ടി തീരുവോളം നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന. കാരണം ഏതെങ്കിലുമൊക്കെ ഉപദേശിമാര് അപ്പച്ചന്മാരെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു പ്രാർത്ഥിച്ച് പോകുമ്പോ അവർക്ക് ഒരു ജോഡി ഡ്രസ്സ് വെച്ചു. പക്ഷെ ഇത് മക്കൾക്ക് തരത്തില്ലെങ്കിൽ വരുന്ന പാസ്റ്റർമാർക്കെല്ലാം പപ്പ കൊടുക്കും. നമുക്ക് ആണ്ടിലൊരിക്കൽ ഒരൊറ്റ ഡ്രസ്സേ ഉള്ളൂ. ആ ഡ്രസ്സും കൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നടന്നാൽ ആണ്ടിന്റെ അവസാനം വരെ കൊണ്ട് നടക്കാം. പക്ഷെ വരുന്ന ദേവദാസന്മാർക്ക് ഇങ്ങനെ ആദ്യ ദശാംശം കൊടുക്കും, പിന്നെ ബാക്കിയിരിക്കുന്ന മൊത്തം സുവിശേഷ വേലയ്ക്കാണ്. അപ്പൊ അങ്ങനെ ഒന്നും കരുതി വെച്ചിട്ടില്ല. അപ്പൊ എന്നോട് തന്നെ എന്റെ പെങ്ങന്മാര് വിവാഹപ്രായമായി വെക്കുന്നു. നമ്മൾ സുവിശേഷയ്ക്ക് വേലയ്ക്ക് പോയി കഴിഞ്ഞാൽ അപ്പന് സുവിശേഷ വേലയ്ക്ക് കിട്ടുന്നതല്ല, അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ ഒരു 5 പൈസ പോലും ആരുടെ കയ്യിൽ സപ്പോർട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. വണ്ടിക്കൂലിയൊക്കെ ആരെങ്കിലും കൊടുത്തെങ്കിലേ ഉള്ളൂ. സുവിശേഷ വേലയുടെ പേരിൽ ഒരൊറ്റ മനുഷ്യന്റെ 5 രൂപ സപ്പോർട്ടായിട്ട് പപ്പ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടെ വെച്ച് 2 വർഷം തികയുന്ന സമയമായപ്പം ഞാൻ പഠിത്തം നിർത്തി കേട്ടോ. എന്റെ ഒരു അടുത്ത ഞങ്ങളുടെ ഫാമിലി സുഹൃത്ത് അന്ന് മദ്രാസ, ചെന്നൈയിൽ നിന്ന് വേറായിട്ടില്ല. ഞാൻ അദ്ദേഹത്തോടൊപ്പം 94 ഡിസംബർ 31-ാം തീയതി ഞാൻ അദ്ദേഹത്തോടൊപ്പം ചെന്നൈയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് അവിടെ ടയറിന്റെ ബിസിനസ്സും അതിന്റെ വർക്കും ഒക്കെയാണ്. ഞാൻ അവിടെ അദ്ദേഹത്തിന് എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ,
വല്ല വിധേന സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയക്കണം. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ ചെലവെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഒരുപക്ഷെ ഇത് എപ്പോഴെങ്കിലും ആ രായിച്ചാനും മാറ്റിച്ചാനൊക്കെ കാണുമോ, അപ്പൊ അവര് ഞാനിതൊക്കെ ഓർത്തിരിക്കുന്നത് അവരറിയും. അപ്പം അവര് എനിക്ക് അന്ന് തരുന്നത് എന്റെ സകല ചെലവും ഡ്രസ്സും എനിക്ക് എന്ത് വേണോ സ്വന്തം കുടുംബത്തിൽ അംഗത്തെ പോലെ തന്നെ എന്നെ കരുതി ഭക്ഷണം എല്ലാ കാര്യം. പക്ഷെ എനിക്ക് ഡെയിലി 10 രൂപ സാലറി തരുന്നു, 10 രൂപയുള്ളൂ. അപ്പം ആ 10 രൂപ ഞാൻ സ്വരൂപിച്ചു വെച്ച് മാസം 300 രൂപയാക്കി തികച്ചെന്നുള്ളതാണ്. തികച്ചിട്ട് മാസം പൈസ കിട്ടിയപ്പോ ഞാൻ വീട്ടിലേക്ക് ഞാൻ ചോദിച്ചു, പൈസ എന്റെ സാലറി കിട്ടിയിട്ടുണ്ട്, ശമ്പളം കിട്ടിയിട്ടുണ്ട്, ഞാൻ ഈ 300 രൂപ എന്ത് ചെയ്യണം, ഞാൻ അയക്കണോ സൂക്ഷിച്ചു വെക്കണം. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം. അവിടെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ജ്യേഷ്ഠൻ അന്ന് പൂനെയിലുണ്ട്. പൂനെയിൽ നിന്ന് അവരെ കമ്പനിയുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ചെന്നൈ വന്നപ്പം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. ഉണ്ടെന്നല്ല, എന്റെ അടുത്ത് വന്നു. അന്ന് രാത്രിയിൽ അവൻ എന്നെ കൊണ്ട് നേരെ ബോംബെക്ക് പോയി. ബോംബെ പോയി എനിക്കൊരു ജോലി വാങ്ങിച്ചു തന്ന് അവന്റെ കമ്പനി തന്നെ ജോലി വാങ്ങിച്ചു തന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്ക് അവിടെ ബോംബെയില് മാഹിം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുമ്പോൾ നല്ല അന്ന് നമ്മുടെ ബോംബെയിലൊക്കെ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയമാണ്. മൊബൈൽ ഫോൺ BPL മൊബൈൽ എന്ന് പറയുന്ന കമ്പനിയാണ് അവിടുത്തെ സ്റ്റാർട്ടിങ്. എനിക്കൊരു വേക്കൻസി കിട്ടി. ആ കമ്പനിയിൽ എന്നെ കയറ്റി. ഞാൻ ആ കമ്പനി ജോലി ചെയ്തു, വർഷങ്ങൾ ജോലി ചെയ്തു. ഞാൻ താമസിക്കുന്നത് മാഹിം എന്ന് പറയുന്ന സ്ഥലത്താണ്, മാട്ടിങ്ങ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓഫീസ്. അങ്ങനെ ബോംബെയിലെ പല സ്ഥലങ്ങളിൽ എന്റെ വർക്കുകളെല്ലാം ചെയ്തു. ഒരുമാതിരി ഏകദേശം നല്ല സാലറി ഉണ്ടായിരുന്നു. അതുപോലെ അതിന്റെ ആ കമ്പനിയുടെ ബേസില് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. അങ്ങനെ കേരളത്തിലും ഒരു ആദ്യത്തെ വർക്കിനോടുള്ള ബന്ധത്തിൽ ഞാൻ ആൾക്കാരെ കൊണ്ട് വരുന്നത്. അന്ന് എക്സ്പോർട്ടർ എന്ന് പറയുന്ന കമ്പനിയാണ് ട്രിവാൻഡ്രത്തുള്ളത്. അങ്ങനെ അവിടെ വന്നിട്ട് അപ്പൊ ഞാൻ ഈ പോകുന്ന സ്ഥലത്തൊക്കെ അപ്പം ഇപ്പൊ ഞാൻ ഈ പഴയ ആത്മീയത എന്നിൽ നിന്ന് പോയി. സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആ വാഞ്ചയും അന്ന് പരസ്യത്തിന് പോയി അതൊക്കെ പോയി. ഇപ്പൊ ഞാനൊരു ജഡീക മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക് വന്നു. കാരണം കയ്യിൽ പൈസയായി, ജോലിയായി, അപ്പനും അമ്മയും ഇല്ല, അന്യനാട്ടിലാണ്, ഭാഷയൊക്കെ പെട്ടെന്ന് പഠിച്ചു. അങ്ങനെ ആ ഒരു ലെവലിൽ പോകുമ്പോഴും എന്റെ ഹൃദയത്തിന്റെ അകത്ത് എപ്പോഴും ഒരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദനയാണ്. നമ്മുടെ നേരത്തെ ചിന്ത കൂടി വരും. അപ്പം അതാ ഭയങ്കര. അപ്പൊ ഞാൻ എവിടെ ചെന്നാലും ഏത് സ്റ്റേറ്റിൽ ചെന്നാലും അവിടെ ആദ്യം ഞാൻ നമ്മുടെ പെന്തക്കോസ്ത് ആരാധനയുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാൻ നേരെ ആരാധനയ്ക്ക് പോകും. അവിടുത്തെ ദൈവമക്കളുമായിട്ടുള്ള പരിചയം ഉണ്ടാവും. അങ്ങനെ ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം ആരാധനയ്ക്ക് പോകും. എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയില് നിൽക്കുന്ന സമയം വ്യാഴാഴ്ചയാണ് അവിടെ കൂടുതലും ആരാധന, വ്യാഴാഴ്ച. അങ്ങനെ ഞാൻ ഏറിയ വർഷങ്ങൾ ബോംബെയിൽ നിന്ന് അവസാനം ഞാൻ പൂനെക്ക് വന്നു. പൂനെ വന്നിട്ട് പിന്നെ ഇനി പൂനെ തന്നെ സെറ്റിൽ ആകാം എന്ന് ചിന്തിച്ച് എന്റെ ജ്യേഷ്ഠനെ, ഞാന്, എന്റെ അനിയനെ, ഞങ്ങളെല്ലാരും കൂടെ താമസിക്കുമ്പോൾ തന്നെ ജോലി ഒരു നല്ല എപ്പോഴത്തേക്കും BPL ജോലി വിട്ടു. ഒരു കമ്പനിയിലൊക്കെ ചേട്ടന്റെ കമ്പനി ജോയിൻ ചെയ്തു. അങ്ങനെ നിൽക്കുമ്പോ കൂട്ടുകാരൊത്തിരിയായി. എല്ലാ തല്ലിപ്പൊളിയും ഉണ്ടായി. എല്ലാ തല്ലിപ്പൊളിക്കും നമ്മള് പങ്കാളിയാകുന്നു. എല്ലാം ഏകദേശം ഒരുമാതിരിപ്പെട്ട തല്ലിപ്പൊളി എല്ലാം ചുരുക്കി പറഞ്ഞാൽ അവിടെ മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഖാലവാടി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷന്റെ അകത്ത് വരെ കയറി പോലീസുകാരെ അടിച്ച ഒരു കേസ് വരെ അവന്റെ പേരിലുണ്ടായത് സാഹചര്യം ഉണ്ടായി. അങ്ങനെ എന്തിനും ഇപ്പോഴും ആ കാലവാടി ഭാഗത്ത് ചെന്നിട്ട് എന്റെ ജ്യേഷ്ഠനെ അറിയപ്പെടുന്നത് ദാസ്, ജേക്കബ് എന്ന പേര് ദാസ് എന്നാണ് അറിയപ്പെടുന്നത്. ദാസും ലാലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എപ്പോഴും നമ്മളെ ഭീകരവാദികളെ പോലാണ് അവിടെ നമ്മളെ കാണുന്നത് തന്നെ. പിന്നീട് അതിനുശേഷം ഞാന് എനിക്ക് ഹൃദയത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ആ ഒരു പഴയ ചിന്തയിൽ പെട്ടെന്ന് വരുമ്പോൾ അങ്ങനെ ഞാൻ 2001 ഞാൻ കൂടുന്ന സഭയിൽ തന്നെയുള്ള കർത്തൃദാസന്റെ ജ്യേഷ്ഠന്റെ മോൾ അന്ന് അവിടെ ഉണ്ട്. അങ്ങനെ കുടുംബമായിട്ട് ഞങ്ങള് അവര് കുടുംബമായിട്ട് ഞങ്ങളോട് കല്യാണം ആലോചിച്ചു.
ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ സഭയിൽ ആരാധനയ്ക്ക് പോകുന്നത്. പക്ഷെ ഞങ്ങള് കല്യാണം കഴിക്കുന്നവരെ ഞങ്ങള് പിന്നെ ഒരു പ്രേമമോ അങ്ങനെയുള്ള യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആലോചിച്ചു. 2001 ഞങ്ങളുടെ വിവാഹം നടന്നു. വിവാഹം നടന്ന 1 വർഷം അവിടെ നിന്നു. എന്റെ മൂത്ത മോനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ശാരീരികമായിട്ട് തീരെ സുഖമില്ലാതായപ്പോൾ നാട്ടിലേക്ക് അയച്ചു. നാട്ടിലേക്ക് അയച്ച് ഞാനും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് എന്റെ 2 പെങ്ങന്മാർ വിവാഹം കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ 2 വിവാഹവും കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞെന്ന് പറയുമ്പോഴ് ഞാൻ ഡൽഹിയിലായിരിക്കുന്ന സമയത്ത് എനിക്ക് പിന്നെ ഞാന് ഡൽഹിയിലല്ല, ഡൽഹിയിൽ നിന്ന് UP മുരേദാബാദ് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം രാവിലെ, അപ്പൊ എന്റെ കൂട്ടത്തിലുള്ള ഒരു ഗുജറാത്തി പയ്യനുണ്ട്, സുരേഷ് ട്രായ് എന്നാണ് അവന്റെ പേര്. നല്ല പയ്യനാണ്. ഞങ്ങൾ രണ്ടുമാണ് ആരംഭം മുതലേ കമ്പനിക്കകത്ത് ഒരുമിച്ച് കയറിയതാണ്. അപ്പം ഞങ്ങൾ പോകുന്ന സ്റ്റേറ്റുകളെല്ലാം ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ചാണ് വിടുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് രാവിലെ ബ്രഷ് ചെയ്യാനൊക്കെ ഞാൻ ഈ മുരാദാബാദ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ലോഡ്ജിലാണ് താമസിച്ചത്. ഞാൻ കണ്ണാടി പോയി നോക്കുന്ന സമയത്ത് എന്റെ മുഖമെല്ലാം മഞ്ഞൾ കലക്കി ഒഴിച്ചു വെച്ചിരുന്ന കൊണ്ടിരിക്കുന്നു, മഞ്ഞിച്ചിരിക്കുന്നു. ഞാൻ നാക്ക് നീട്ടിയപ്പോൾ നാക്ക് മഞ്ഞ, എന്റെ ശരീരം മുഴുവൻ മഞ്ഞ. ഞാൻ ഉടനെ എനിക്ക് ആകപ്പാട് ഒരു വല്ലാത്ത ടെൻഷൻ കയറി. ഞാൻ ഇവരെ വിളിച്ചു, ചെറുക്കനെ വിളിച്ചു, സുരേഷിനെ വിളിച്ചു. സുരേഷ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ജോയിന്റീസ് പീലെന്ന് അവർ പറഞ്ഞത്, പീലയെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്നെ കമ്പനിയുടെ മാനേജറെ വിളിച്ചു. അവർ വണ്ടിയും കൊണ്ട് വന്നു എന്നെ ഡൽഹിയില് പിന്നെ ഹോസ്പിറ്റലിലാക്കി. അവിടുത്തെ നല്ലൊരു ഹോസ്പിറ്റലിലാക്കി. ആ ഹോസ്പിറ്റലിലാക്കി ഞാൻ പിന്നെ 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ എന്റെ ബെഡ്ഷീറ്റ് മാറ്റും അവർ. കാരണം ആ ബെഡ്ഷീറ്റ് മഞ്ഞയാകുമ്പോൾ പിന്നെ ഞാൻ മരിച്ചു. കാരണം എനിക്ക് എന്റെ ഡെഡ് ബോഡി ഇനിയിപ്പം കൊടുത്തു വിട്ടാൽ മതി. ആ നിലയില എന്റെ ജ്യേഷ്ഠൻ അന്ന് ഗോവയിൽ ഒരു കോൺട്രാക്ട് വർക്കിനുമായിട്ട് പോയിക്കുക. ബാംഗ്ലൂരിൽ നിന്ന് ജ്യേഷ്ഠനെ പെട്ടെന്ന് വിളിപ്പിച്ചു. അപ്പം എനിക്ക് അനക്കമൊന്നുമില്ല, തീരെ ഈ മരുന്നിന്റെ ബലത്തിൽ മാത്രം ജീവൻ നിലനിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ജ്യേഷ്ഠനെ അന്നത്തെ പിന്നെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന രാജധാനി എക്സ്പ്രസ്, അതിന്റെ അകത്ത് ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അവരെ ഡൽഹിയിൽ എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ശവത്തെ പോലെ, അനക്കമൊന്നുമില്ല. അവൻ എൻ്റെ അടുത്ത് വന്നു, പൊട്ടിക്കരഞ്ഞു. ഈ കരച്ചിൽ ഞാൻ എൻ്റെ ഉള്ളിൽ കേട്ടു. ഞാൻ എൻ്റെ ഉള്ളിൽ കേട്ടു. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ അച്ചാച്ചനെ വിളിക്കുന്നു, അച്ചാച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പം എന്റെ ശരീരം അനങ്ങുന്ന കണ്ടപ്പോ അവന് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നുവിടണം, ഞാൻ അവനെ കൊണ്ട് രക്ഷപ്പെടുത്തിക്കൊള്ളാം. അങ്ങനെ ജ്യേഷ്ഠൻ പെട്ടെന്ന് അവിടുന്ന് ഫ്ലൈറ്റിന് തന്നെ എന്നെ ടിക്കറ്റ് എടുത്ത് കയറ്റി പൂനെ കൊണ്ടുവന്നു. അവിടെ ഒരു പച്ചമരുന്ന് തന്നു. ആ പച്ചമരുന്ന് കുടിച്ച് കുറച്ച് ആശ്വാസമായപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോൾ മൂത്ത മകളുടെ കല്യാണം നടന്നു. വീണ്ടും ഞാൻ തിരിച്ചു പോകുന്നു. അതിനുശേഷം നമ്മള് ഈ സുരേഷ് റായ് ഗോവിന്റെ കാര്യം പറഞ്ഞത് അവിടെ അപ്പൊ മരണത്തിൽ നിന്ന് ഒരു വലിയ വിടുതൽ എനിക്ക് ആ ഈ രോഗത്തിൽ നിന്ന് കിട്ടി എനിക്ക്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ജോലിയുള്ള ബന്ധത്തിലൊക്കെ ഡേഞ്ചറസ് സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് പല മരണത്തിന്റെ നീക്കുപോക്കുകൾ ദൈവം എനിക്ക് തന്നിരുന്നു. അങ്ങനെ ഞാൻ വിവാഹിതരായി നാട്ടിൽ വന്നിട്ട് കുറച്ച് നാൾ കൂടെ കഴിഞ്ഞപ്പോൾ ഞാനും തിരിച്ചു വന്നിട്ട് ഇനി നാട്ടിലാകാം, ഇനിയും ജോലിയൊന്നും വേണ്ട, നാട്ടിൽ സെറ്റിലാകാം എന്ന് ചിന്തിച്ച ഞാൻ വീട്ടിൽ കുടുംബത്തിൽ തന്നെ നിൽക്കുമ്പോൾ മമ്മിയില്ല, പെങ്ങന്മാരെ വിവാഹം കഴിഞ്ഞു, ജ്യേഷ്ഠന്റെ വെളിയിലാണ്. അങ്ങനെ നാട്ടിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നാട്ടിൽ ഒത്തിരി ആൾ നിൽക്കുമ്പം ഈ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് എനിക്ക് തോന്നിയതാണോ ഇനി യഥാർത്ഥത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല. പപ്പായ്ക്കും ഞാൻ വീട്ടിൽ നിൽക്കുന്നതോടും താല്പര്യമില്ലാത്തതുപോലെ എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, എന്റെ തോന്നലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് അന്നൊക്കെ ഈ ഒറ്റയ്ക്ക് താമസിക്കാനുള്ള ഒരു കൊതിയുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒരു ജോലി വേണം. അപ്പൊ എനിക്ക് നല്ലതുപോലെ ടാപ്പിംഗ്, കാരണം കുഞ്ഞുനാൾ മുതലേ നമുക്ക് റബ്ബറുണ്ട്. അപ്പം നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുൻപേ റബ്ബറൊക്കെ വെട്ടി അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആള് പോകുന്നത്. അങ്ങനെ റബ്ബർ വെട്ടാൻ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ഞാനന്ന് ഒരു ചെറിയ ഒരു കുടിൽ വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ കാജിയെ തുടങ്ങുന്ന കുടിലില്ല. കുടിൽ വെച്ച് അങ്ങോട്ട് ഓടിട്ട വീട്, പിന്നെ വാർക്ക വീട്, കാജി വരുന്നു. അപ്പൊ ഞങ്ങൾ താമസിക്കുന്ന കുടുംബത്തിന്റെ തൊട്ടുമുകളിൽ തന്നെ ഒരു കുടിൽ വെച്ച് താമസിച്ച് ഞാൻ രാവിലെ ടാപ്പിങ്ങിന് പോകും. ഒരു ഉച്ച കഴിയുമ്പോഴത്തേന് ഷീറ്റടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരും. അന്ന് ഇളയ മൂത്ത മോനായി. അങ്ങനെ ഞങ്ങളെ സന്തോഷമായിട്ട് ആ കുടുംബത്തിൽ താമസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ
രാത്രിയിൽ എനിക്ക് ഒരു ദിവസം രാത്രി എനിക്ക് പിന്നെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട്, വല്ലാത്ത ബുദ്ധിമുട്ട്. ആ അപ്പൊ ഞങ്ങൾക്ക് അന്ന് വാസ്തവത്തിൽ കട്ടിലില്ല. കട്ടിലിന് പകരം ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്ന് നമ്മൾ ഈ മാടം, ഈ ഈ കാട്ടുമൃഗങ്ങളൊക്കെ ഓടിക്കാനായിട്ട് മാടം ഉണ്ടാക്കും. അവർക്ക് കിടക്കാനായിട്ട് ഈ വലിയ കനമുള്ള മുള പൊട്ടിച്ച് അതിലെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിട്ട് ആണ് നല്ല സുഖമാണ് അതിനകത്ത് കിടന്ന് ഉറങ്ങാനൊക്കെ. അങ്ങനെ ഒരു തട്ടുണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് കട്ടിലിന് പകരം. രാത്രിയില് എനിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല. ഉറക്കം വരാതെ ഞാൻ ആ ഒറ്റ മുറി, ഒരു അടുക്കളയും ഒരു മുറി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഓലക്കകത്തൊക്കെ ഇങ്ങനെ നോക്കിയപ്പോ ഒരു ചെറിയ പേപ്പർ ഇരിക്കുന്നു. ഒരു ചെറിയ പേപ്പർ ഇരിക്കുന്നത്, ആ പേപ്പർ ഞാൻ എടുത്തു നോക്കിയപ്പോ ആ പേപ്പറിന്റെ അകത്ത് പിന്നെ എഴുതിയിരിക്കുന്ന ഇതാണ്, പിന്നെ ഏലിയാവിനോട് ദൈവം പറഞ്ഞു തൊട്ടിന്ന് കുടിക്കുക. ഞാൻ രാവിലെയും വൈകിട്ടും കാക്കയോട് നിനക്ക് അപ്പം കൊണ്ടുവരാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവം കണ്ടത്. ഞാൻ ആ പേപ്പർ എടുത്ത് രാത്രി തന്നെ അവിടെ തന്നെ അത്ര വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അത് അവിടെ വെച്ചു. പക്ഷെ അതിനു മുൻപേ ഞങ്ങൾ പൂനെയിലായിരിക്കുന്ന സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ അന്ന് ഞങ്ങൾ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഉപവാസ പ്രാർത്ഥനയിൽ തൃശ്ശൂരിൽ നിന്നും ഒരു അമ്മാമ്മയുടെ പേര് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരും അറിയത്തില്ല, ആളെ അറിയത്തില്ല. അമ്മാമ്മ ഞങ്ങളൊരു ദൂത് പറഞ്ഞിരുന്നു. കർത്താവിന്റെ വേലക്കായിട്ട് നിന്നെ കണ്ടിരിക്കുന്നതാണ്. പക്ഷെ നീ കർത്താവിന്റെ വേലയിൽ നിന്നും ഒത്തിരി പിന്മാറി ഓടി, പല സ്ഥലങ്ങളിൽ ഓടി. പക്ഷെ നിന്നെ കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് തന്നെ നിയോഗിച്ചിരിക്കുക. നീ എവിടെ ഓടിയാലും അവസാനം എന്റെ വേല ചെയ്യേണ്ടവനാണെന്ന് ഒരു ദൂതും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഞാൻ ഈ ദൂതിലൊക്കെ വിശ്വസിക്കുന്ന ആള് തന്നെയാണ്. പക്ഷെ എടുത്തിയാടി ഒന്നും ഇറങ്ങണ്ട, ദൈവം അവസരം നിന്റെ മുൻപിൽ കൊണ്ടുതരും. ആ സമയത്ത് സാവധാനം ഇറങ്ങിയ ചിലപ്പോൾ ഇറങ്ങുന്ന സമയം നീ കുടുംബമായിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഇത്രയും പറഞ്ഞു. അന്ന് ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഈ സംഭവം ഈ ഏലിയാവിന്റെ ഏലിയാവിനെ പോഷിപ്പിച്ചത് പിന്നെ അത് കണ്ടു കഴിഞ്ഞ് ഞാൻ കിടന്ന് ഉറങ്ങി, നല്ലപോലെ ഉറങ്ങിയിട്ട് ഞാൻ എന്റെ ഭാര്യ മിനിയോട് പിറ്റേ ദിവസം രാവിലെ കട്ടൻ കാപ്പി കുടിച്ചോണ്ടിരിക്കും പറഞ്ഞു, എടി ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം കണ്ടു, നീ അവിടെ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ അവൾ ആ പേപ്പർ വെച്ചിട്ടില്ല, അവൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ആ പെരയുടെ മാസ്റ്റർ എന്റെ കുടിലിന്റെ ആ ഓല കെട്ടിയത് മുഴുവൻ അഴിച്ചു നോക്കിയിട്ട് പിന്നെ പേപ്പർ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പേപ്പർ രാത്രി ഞാൻ അവിടെ തന്നെ തിരികെ വെച്ചെന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഞാൻ പിറ്റേ ദിവസം ഇത് പറഞ്ഞ് ഞങ്ങൾ സംശയിച്ച് നോക്കിയിട്ട് ആ പേപ്പർ അങ്ങനെ പേപ്പർ അതിനകത്തില്ല. അങ്ങനെ കുറച്ച് നാൾ കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ദൈവവചനം പഠിക്കാൻ പോയി. ദൈവവചനം പഠിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു മൂത്ത മോൻ എനിക്കുണ്ട്. മൂത്ത മകന് 1.5 വയസ്സായിട്ടു. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു 2-3 ജോഡി ഡ്രസ്സ്, ഒരു കുറച്ച് 3-4 നോട്ട് ബുക്ക്, പിന്നെ കുറച്ച് വണ്ടിക്കൂലി ഞാൻ എനിക്ക് ചെന്നിട്ട് തിരിച്ചു വരാൻ വണ്ടിക്കൂലി തികയത്തില്ല. അത്രേ പൈസ ഉള്ളൂ. ഞാൻ പൂർണ്ണമായിട്ട്. അപ്പം വൈഫ് പറഞ്ഞു സുവിശേഷ വേലയ്ക്ക് പോകുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, ഞാൻ പട്ടിണി ആയാലും ശരി, ഞാൻ ആരുടെ മുൻപിൽ ഒന്നിനും ഒരു നേരത്തെ ആഹാരത്തിന് പോലും പോകത്തില്ല, ഞാൻ ദൈവം എനിക്ക് തരുന്ന ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പോകാവൂ. പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാനാണെങ്കിൽ പോകണ്ട, നമുക്ക് ടാപ്പിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് സാധാരണ ജോലി ചെയ്ത് ജീവിക്കാം. അല്ല, ഞാൻ ഇറങ്ങുക, നിനക്ക് ഈ ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഇറങ്ങും. അങ്ങനെ ഞാൻ ആ കോളേജിലേക്ക് പോയി. അവിടെ അപ്പൊ ഞാൻ അഡ്മിഷൻ എടുത്തപ്പോഴേ പറഞ്ഞു എനിക്ക് വെള്ളിയാഴ്ച ലീവ് തരണം, ഉച്ചകഴിഞ്ഞ് ലീവ് തരണം. കാരണം ശനിയാഴ്ച ഒരു ദിവസം എനിക്ക് വന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് അവർക്ക് കുഞ്ഞിനും അവർക്കും കൂടെ എന്തെങ്കിലും കൊടുത്തിട്ട് എന്റെ വണ്ടിക്കൂലി കൊണ്ട് എനിക്ക് വരാം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഞാൻ ചെയ്തിരുന്നു എനിക്ക് വെള്ളിയാഴ്ച തരണം. അപ്പം അന്ന് അഡ്മിഷൻ അധികം പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് കണ്ടീഷൻ ചെയ്യും. അങ്ങനെ എനിക്ക് വെള്ളിയാഴ്ച ലീവ് വന്നിട്ടുണ്ടോ. ഞാൻ ആദ്യത്തെ ഒരാഴ്ച പോയില്ല, രണ്ടാമത്തെ ഒരാഴ്ച, 3-ാമത്തെ ആഴ്ച എന്നാൽ ഇനി പോയി കുഞ്ഞിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് സത്യത്തിൽ വീട്ടിലെത്താൻ വണ്ടിക്കൂലി, അത്യാവശ്യം വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ. പക്ഷെ കുഞ്ഞിന് അന്ന് ഒരു പാലജി ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ 5 രൂപ കൊടുത്തു പാലജി ബിസ്ക്കറ്റ് കിട്ടും. എനിക്ക് ആ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കുക ഒരു 5 രൂപയുടെ പാലജി ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല.
അപ്പം പിള്ളേരെല്ലാം ഈ കിട്ടുന്ന പൈസക്ക് അന്നു വൈകിട്ട് കടയിലൊക്കെ പോയി അവര് എന്തെങ്കിലും പലഹാരം വാച്ച് കഴിക്കും, 5 പൈസക്ക് പോകാൻ നേരത്തെ തന്നെ അവരെല്ലാം വണ്ടിക്കൂലി തിരക്കും. അപ്പൊ ഞാൻ എങ്ങനെയായാലും പിന്നെ പോകാം, അല്ലെങ്കിൽ ഇനിയിപ്പോ കട്ടച്ചിറയിന്ന് മണിയാറിന്ന് കട്ടച്ചിറയ്ക്ക് നടക്കാം, 7 കിലോമീറ്റർ വനത്തിൽ കൂടെ നടന്നാം, നമ്മൾ സ്ഥിരം നടക്കുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ പോകാൻ പറ്റത്തില്ല, ഇന്ന് ആനയൊക്കെ ഉണ്ട്. അന്ന് പിന്നെ നമ്മൾ സ്ഥിരം കുറുക്ക് വഴിയൊക്കെ കയറി പോകും, അന്ന് നടക്കാം. അപ്പൊ 10 രൂപ അവിടെ ലാഭിക്കാം, കൊച്ചിന്റെ ആവശ്യമായി, ഓക്കെ ആവും. അങ്ങനെ ഞാന് പിന്നെ ഞാൻ ഇറങ്ങി വരുമ്പോ ഇറങ്ങി വരുന്നതിന്റെ അക്കരെ ചെറിയ തോട, അതുകൊണ്ട് അക്കരെയാണ് ഇവര് ഒരു 3 നില വീടാണ് ഈ പിന്നെ കോളേജൊക്കെ നടത്തുന്ന അച്ചായന്റെ. അപ്പൊ ഈ അച്ചായന് അമേരിക്കയില, ഞങ്ങൾ കണ്ടിട്ടില്ല, അമേരിക്കയില. അപ്പം ഞാൻ പോകുമ്പം എന്നെ ആ ആ കെട്ടിടത്തിന്റെ അകത്ത് ഇടോ വിളിക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയിട്ടൊന്നും കാണാൻ ഇതിനകം ജനലിന്റെ അകത്ത് കൈയിട്ട് ഇങ്ങനെ വീശി കാണിച്ചു, കൈ കാണിച്ചു. എവിടെ പോവാ, ഭയങ്കര ദേഷ്യത്തിലാ ചോദിക്കുന്നത്, എവിടെ പോവാ? അല്ല, അതിനോട് ചോദിച്ചാൽ ആരാ? ഞാൻ പറഞ്ഞു ഞാനിവിടെ പഠിക്കാൻ വന്നതാ. ഇപ്പൊ എവിടെ പോവാ? ഞാൻ പറഞ്ഞു വീട്ടിൽ പോവാ. അദ്ദേഹം അവിടുന്ന് ഈ വീട്ടിൽ പോവാന്ന് പറഞ്ഞ കേട്ടത് ഇയാള് ചാടി കുഞ്ഞാടിനെ കടിച്ചു കയറാൻ വരുന്ന ഒരു ചെന്നായെ പോലെ ചാടി വരുവാ, അല്ലറിക്കൊണ്ട് വരുവാ. പഠിക്കാൻ വന്നവർ ഇവിടെ പഠിക്കേണ്ട, വീട്ടിൽ പോകുന്ന അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് ചാടി കയറി വന്ന്. അപ്പം എനിക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി വന്നു. അദ്ദേഹം അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു സാറേ, അപ്പച്ചാന്നാ ഞാൻ വിളിച്ച, അപ്പച്ച പിന്നെ ഞാൻ അഡ്മിഷൻ എടുത്തപ്പം പറഞ്ഞിരുന്നു ഞാനൊരു കുടുംബസ്ഥനാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്. അപ്പം ഞാൻ സാമ്പത്തികമൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാ, വചനം പഠിക്കാൻ വന്നതാ. എനിക്ക് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവന് കൊടുക്കാനായിട്ട് നാളത്തെ ഒരു ദിവസം പണിക്ക് പോകണം. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരന് ഭയങ്കര വിഷമം. ആ ചാടി വന്ന അതൊക്കെ മാറി അദ്ദേഹം എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ അവിടെ നിന്നുകൊണ്ട് അന്വേഷിച്ചിട്ട് എനിക്ക് 5 രൂപ മതി സാറേ, എനിക്ക് 5 രൂപയുടെ ആവശ്യമുള്ളൂ, എന്റെ കുഞ്ഞിന് അന്ന് 5 രൂപ മതി എനിക്ക്. 5 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കറങ്ങിയത്. ഈ 5 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഇദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം ഇദ്ദേഹം വന്നിട്ട് ചൂടായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ എന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു. ബ്രദർ പോകരുത്, ഞാൻ ഇപ്പം വരാം. ഇദ്ദേഹം കയറിപ്പോയിട്ടോ പിന്നെ കുറച്ചൊരു 2 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു. അദ്ദേഹം എന്റെ പോക്കറ്റില് കൈ തിരികെ വെച്ചു. ആ തിരികെ വെച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മൾ ചിന്തിച്ചതൊന്നും അല്ല, ഇത് അതിൽ കൂടുതലാ. അവിടുന്ന് ഒരു 10 സ്റ്റെപ്പ് മുൻപോട്ട് നടന്ന ബസ് സ്റ്റോപ്പാ. ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ 2000 രൂപ എന്റെ പോക്കറ്റ് വെച്ചിരിക്കുക. 2000 രൂപ എന്റെ ജീവിതത്തിൽ 2000 രൂപ ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോലിയോടുള്ള ബന്ധത്തിലല്ല, അല്ലാതെ എന്റെ കൈ വെച്ച് ആ സാഹചര്യത്തിൽ കിട്ടുന്ന എനിക്ക് ആ സമയത്താ. ഈ ഞാൻ അവിടെ നിന്ന് ബസ് സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി കരഞ്ഞു. കർത്താവ് എത്ര ഒത്തിരി വിശ്വസ്തനാ. കാരണം എന്നോട് കർത്താവ് തന്ന ഒരു ആലോചന പ്രകാരമാണ്. എനിക്ക് പറഞ്ഞാൽ ആരും പറഞ്ഞതല്ല, എന്റെ പുരയുടെ ഓലയില എടുത്ത് വെച്ചിരുന്ന വാക്യം എന്നെ കാണിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാ. അതുപോലെ തന്നെ ഈ ദൈവം എനിക്ക് കരുതി തോന്നി. ഞാൻ ഒത്തിരി കരഞ്ഞു, ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒത്തിരി ഞാൻ കരഞ്ഞ് കണ്ണുനീര് തുടച്ചോണ്ടാണ് ബസ്സിൽ കയറുന്നത്. ബസ്സിൽ കയറി വീട്ടിൽ വന്ന് ബിനിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ നമുക്ക് അങ്ങനെ സന്തോഷമായി. ചുരുക്കി ഞാൻ അത് പറഞ്ഞു നിർത്തുകയാ. അതിനുശേഷം ഞാൻ 3 വർഷം ഫുൾ അവിടെ പഠിച്ചു. ഈ അച്ചായൻ എങ്ങനെ പോയാലും 6 മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അമേരിക്കയിൽ നിന്ന് വരുന്ന അച്ചായൻ. ഈ അച്ചായൻ വരുമ്പോഴും പോകുന്ന അന്ന് രാത്രിയും എനിക്കൊരു കൈപ്പടക്ക് തന്നിട്ടേ പോകുന്നു. വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്നെ കാണാൻ വരും. വരുമ്പോൾ കാര്യമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ തിരക്കി പോകാൻ നേരത്തെ ഇതുപോലെ എന്റെ പോക്കറ്റ് വെച്ചിട്ട് പോകും. പോകുന്നതിന്റെ തലേന്ന് എല്ലാവരെയും കാണാൻ വരുമ്പോൾ അവസാനം എന്നെ വിളിച്ചിട്ട് മുറ്റത്ത് പോകും. ഇതുപോലൊരു കൈമടക്ക് എനിക്ക് തന്ന് ആ 3 വർഷവും എനിക്ക് തന്നു. കർത്താവ് എന്നോട് പറഞ്ഞ ആലോചന കർത്താവ് നിർവഹിച്ചു. അതിനുശേഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മലബാറിലേക്ക് സുവിശേഷ വേലയ്ക്ക് വരണമെന്നുള്ള ആഗ്രഹം. മലബാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കോയമ്പത്തൂരിൽ നിന്നും ബസ്സിന് കോഴിക്കോടേക്ക് വരുമ്പോൾ പാലക്കാട് വഴി ഞാൻ ആദ്യമായിട്ട് വരുവാ. അപ്പൊ അവിടേക്ക് നോക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ എവിടെ പോയാലും പെന്തക്കോസ്ത് ആരാധന ഹോള് കാണാം, എവിടെയൊക്കെ കാണാം. ഞാൻ കുറെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് റോഡ് സൈഡിലൊന്നും ആരാധനാലയം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹം, പക്ഷെ ഉണ്ട്, നമ്മൾ കാണാഞ്ഞിട്ടാണ്. ഇവിടെ എവിടെയെങ്കിലും സുവിശേഷ വേലയ്ക്ക് എന്നെ അയച്ചാൽ ഞാൻ വിശ്വസ്തയോടുകൂടി വന്ന് ചെയ്യും. ഞാൻ വണ്ടിക്കകത്ത് ഒരു തീരുമാനം അങ്ങ് പറഞ്ഞു. എനിക്ക് ആദ്യം കിട്ടുന്നത് മലബാറിലോട്ടാണ്. ഞാൻ തിരുവിതാംകൂറിൽ ഒരു ദിവസം പോലും സഭാ ശുശ്രൂഷയിൽ ഇരുന്നിട്ടില്ല. ആദ്യം ഞാൻ നേരെ വന്ന് കയറുന്നത്, പഠിത്തം കഴിഞ്ഞ ഉടനെ നേരെ വന്ന് കയറുന്നത് മലബാറിലേക്കാണ്.
മലബാറിൽ വന്നിട്ട് ഇന്നിപ്പോ 18 വർഷത്തോളം ആകുന്നു. കർത്താവിന്റെ വേല അന്ന് മുതൽ ഇന്ന് വരെയും വിശ്വസ്തയോടെ, അതും ഈ പറഞ്ഞതുപോലെ പിന്നെ ഒത്തിരി ഞെരുക്കത്തിൽ കൂടെ ആദ്യം ഞങ്ങള് വരുമ്പോൾ എനിക്ക് ആകെ അന്ന് കിട്ടുന്ന 1500 രൂപ സപ്പോർട്ടാ, ഗുഡ് ന്യൂസിന്റെ ഒരു സപ്പോർട്ടായിരിക്കും കിട്ടുന്നത്. അതിന്റെ 150 രൂപ ദശാംശം കൊടുത്തിട്ട് ബാക്കി 1350 രൂപയാണ് ഞങ്ങൾക്ക് എന്റെ കൈവശം കിട്ടുന്നത്. വീട്ടിൽ വരുമ്പോൾ 1200 രൂപ വാടകവും ബാക്കി 150 രൂപ കൊണ്ട് ഞാനും എന്റെ വൈഫും എന്റെ 2 കുഞ്ഞുങ്ങളും. പക്ഷെ നമ്മളെ ആ സമയത്ത് പല സ്ഥലങ്ങളിലൊക്കെ ഇച്ചിരി കൂടെ സപ്പോർട്ട് കൂട്ടിത്തരാമെന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ടാകും. പക്ഷെ നമ്മളെങ്ങും ഓടാനൊന്നും പോയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്നു. ഞാൻ പറയട്ടെ, കർത്താവ് വിശ്വസിച്ചു. ഒരിക്കൽ എന്റെ കുഞ്ഞുങ്ങൾ, ഞങ്ങൾ വളാഞ്ചേരി വലിയകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ നിൽക്കുക. മുസ്ലിംസിന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം നമ്മളോട് ഈ മുസ്ലിംസിന്റെ പെണ്ണുങ്ങൾ കൂടുതൽ ഇടപെടത്തില്ല. അവര് മറ്റുള്ളവരായിട്ട് സഹകരിക്കുന്നത്. അവർ പെട്ടെന്ന്, കാരണം ഇത് അവരുടെ പള്ളിയിൽ ഒരു ഉസ്താദിന്റെ ഭാര്യയും കൂടെ. അപ്പൊ അവര് മുഖം പോലും ഒന്നും നമ്മളെ കാണിക്കില്ല. അപ്പൊ അവര് തൊട്ട് ഇപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം അരിയുണ്ട്, വീട്ടിൽ അരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഏത് സമയത്തും അരി ഇച്ചിരി സ്റ്റോക്ക് വാങ്ങിച്ചു വയ്ക്കും. കാരണം ഒന്നുമില്ലാലും കഞ്ഞി വെച്ച് കുടിക്കാനും. അപ്പം അരിയുണ്ട്. പക്ഷെങ്കിൽ പിന്നെ അതിന്റെ കൂടെ ഒരു തോരൻ വെക്കാൻ ഒരു സാധനമില്ല. കുറച്ച് മുളക് പൊടിയുണ്ട്. എന്റെ കുഞ്ഞുങ്ങള് ഒരാഴ്ചയായിട്ട് കഞ്ഞിയും കുടിക്കും. എന്റെ ഇളയ മോനെ ചെറിയ കൊച്ച. ഈ മുളക് പിന്നെ പൊടി ഇച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് ചാലിച്ച് അത് കഞ്ഞിക്കത്തൊഴിച്ച ആണ് കുടിക്കുന്നത്. കുഞ്ഞു കുടിച്ച് ഒരാഴ്ചയായിട്ട് ഇത് തന്നെയാണ്. വേറെ ഒന്നും കൊടുക്കാനില്ല. കാരണം നമുക്ക് അവിടെ ആരായിട്ടും പരിചയമില്ല. ഈ പറഞ്ഞ പോലെ മുസ്ലിംസിന്റെ ഇടയിലാണ്. അവര് നമ്മളെ ഗവനിക്കാറുമില്ല. അങ്ങനെ കുഞ്ഞ് പിന്നെ ഇത് കഞ്ഞിയും ഈ മുളക് പൊടിയും കഴിച്ച് കുഞ്ഞുങ്ങൾ ഛർദിയായി. അവസാനം എന്റെ മോൻ എന്റെ അടുത്ത് വെച്ചു, പപ്പ ഇന്ന് എനിക്ക് ഇച്ചിരി എന്തെങ്കിലും ഒരു കറി വെച്ച് തരാമോ? ഞാൻ പാസ്റ്റർ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയി പ്രാർത്ഥിക്കട, കർത്താവ് തരും. ഇവന്മാര് കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ വിശ്വാസം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ഞാൻ ഈ പറഞ്ഞപ്പോ കുഞ്ഞുങ്ങൾ പെരക്ക ചോപ്പച്ച ഞങ്ങൾക്ക് കറി തരണേന്ന് പ്രാർത്ഥിച്ചു. അവര് പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ല, നമ്മുടെ അടുക്കള വാതില് ഗ്രില്ലിട്ടുണ്ട്. അത് തട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഞങ്ങളിലും മിനിയും കൂടെ ചെന്ന് നോക്കുമ്പോ അന്ന് വരെ ഞങ്ങളെ കണ്ടിട്ട് മിണ്ടാത്ത ആ താത്ത, തൊട്ട് താഴെ താമസിക്കുന്ന ഉസ്താദിന്റെ ഭാര്യ, ഞങ്ങളോട് പിന്നെ അച്ചായ, അവര് നമ്മളെ അച്ചായാന്നേ വിളിക്കുന്നു. അച്ചായ, പിന്നെ ഞാൻ ഈ തൊട്ട് താഴെ താമസിക്കുന്നതാ, പിന്നെ കുറച്ച് ചിക്കൻ കറിയുണ്ട്, ഞങ്ങൾ തന്നാൽ നിങ്ങൾ കഴിക്കൂ. ഇതിപ്പോ ആര് തന്നാലും നമ്മൾ കഴിക്കും, ഉറപ്പാ. കുറച്ച് ചിക്കൻ കറിയുണ്ടോ? അപ്പൊ ഞാനെന്താ, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ കഴിക്കും, കുഴപ്പമൊന്നുമില്ലെന്നോ. എനിക്ക് തോന്നുന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു 3-4 നേരം കഴിക്കാനുള്ള നല്ല പീസ് ലെഗ് ഒക്കെയാണ് അവർ കൊണ്ടുവന്നിട്ട് പറയാ, ഞങ്ങളുടെ മോടെ നിക്കാഹ് കഴിഞ്ഞിട്ട് മറ്റന്നാളാണ് വിരുന്ന് വെച്ചിരിക്കുന്നത്. മറ്റന്നാളാണ്. പക്ഷെ അവരെന്തോ അത്യാവശ്യത്തിന് മറ്റന്നാൾ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് വെച്ചിരിക്കുക. അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിക്കാഹിന്റെ പിന്നെ വിരുന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്, ഉടനെ തമ്പുരാൻ മാറ്റി വെച്ചിരിക്കുക. ഞാൻ അങ്ങനെ ചോദിക്കുക. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം അവിടുന്ന് ദൈവം ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുത്തു. അവർ തൃപ്തരായി. ഇന്ന് എന്റെ മൂത്ത കുഞ്ഞിന് 21 വയസ്സുണ്ട്. അവന് കഴിഞ്ഞ നമ്മുടെ ഖത്തർ വേൾഡ് കപ്പിന് അവന് ഒരു ചെറിയ കോഴ്സ്, ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പഠിച്ച് അവന് ഒരു വേക്കൻസി അവിടെ കിട്ടി. അവന് അവിടെ പോയി. അവിടെ പോയിട്ട് ആദ്യത്തെ സാലറി മുഴുവൻ ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് അവൻ വിനിയോഗിക്കാൻ അവനെ അയച്ചു തന്നു. എന്റെ സഭയിലുള്ള പിന്നെ അന്ന് PYPയുടെ മീറ്റിങ്ങിന് എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം, നല്ല ആഹാരം. അതിനുശേഷം മറ്റുള്ള ചില ദൈവദാസന്മാരെ കണ്ടുപിടിച്ച് അവന്റെ സാലറി മുഴുവൻ കൊടുക്കാനായിട്ട് എനിക്ക് തന്നു. അതിനുശേഷം എന്റെ കുഞ്ഞുങ്ങൾ ഒരു തീരുമാനമെടുത്തു. പിന്നെ പപ്പ, ഞാനിരിക്കുന്ന പള്ളിക്കുന്ന് സഭ എന്ന് പറയുന്ന ഒരു ചെറിയ സഭയാണ്, വലിയ വരുമാനമൊന്നുമില്ല. എന്നാൽ ഉള്ള ആൾക്കാർ അവരാൽ കഴിയുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുകയാണ്. എന്നാൽ നമുക്ക് ഒരു ദൈവദാസന് അതുപോലെ നല്ല രീതിയിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളൊരു
ഇടവകയാണ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് അവര് ഒരു വഴി ദൈവം തുറന്നാൽ അവര് ചില ദൈവദാസന്മാര് അത് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവദാസന്മാർ പപ്പ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ചെറിയൊരു കൈത്താങ്ങൽ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കൈത്താങ്ങൽ കൊടുക്കും. പക്ഷെ ആരാ കൊടുക്കുന്നതൊന്നും അവരെ അറിയിക്കാൻ പാടില്ല. കൊടുക്കണം. ഈ സഭയിൽ ഞങ്ങൾ പോയി കഴിഞ്ഞ ഒരു ദൈവദാസൻ വന്നാൽ ആ ദൈവദാസന് ഒരു സപ്പോർട്ട് കൊടുക്കും. കുഞ്ഞുങ്ങളുടെ തീരുമാനമാണ്. അപ്പം അങ്ങനെ. അപ്പം ആ ദൈവം അവന് മറ്റൊരു വഴി കൂടെ തുറപ്പ് ഇവിടെ ഉണ്ട്. അവന് 19-ാം തീയതി ഫെബ്രുവരി 19 മലേഷ്യക്ക് ഒരു വേക്കൻസി ഉണ്ടായി. അവൻ പോവുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സുവിശേഷ വേലയിൽ. അതിനുശേഷം പല സ്ഥലങ്ങളിൽ ഞങ്ങള് സുവിശേഷ വേല, അതായത് പാലക്കാട്, അതുപോലെ മലപ്പുറം ജില്ല, വയനാട്, പല ജില്ലകളിൽ മാറി മാറി സുവിശേഷ വേല ഞങ്ങള് ചെയ്യുന്നു. അവിടെ എല്ലാം പിന്നീട് ഞാൻ എന്നെ കാണിച്ചതായ, എന്നെ ഏത് വാക്യം പറഞ്ഞാണ് ഇറക്കിയതായ അത് ഞാൻ നല്ലപോലെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആണ് എനിക്കൊരു സത്യം മനസ്സിലായത്. നമ്മളൊക്കെ പല ദൈവദാസന്മാരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എലിയാവിനോട് കെരീത് തോട്ടിന്റെ അരികെ ഇരിക്കുക, അത് കെരീത് തോട്ടിലെ വെള്ളം കുടിക്കുക. കുറച്ചു നാൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ തോട്ടിലെ വെള്ളം വറ്റി കാക്കയുടെ വരവും നിന്നു എന്ന് അവര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആഴമായിട്ട് പഠിച്ചപ്പോൾ ആ വേദപുസ്തകത്തിൽ കെരീത് തോട്ടിലെ വെള്ളം വറ്റിയിട്ടുണ്ട്, പക്ഷെ കാക്കയുടെ വരവ് നിന്നെന്ന് എഴുതിയിട്ടില്ല. അത് ശ്രദ്ധിച്ചോണം. കാക്കയുടെ വരവ് നിന്നിട്ടില്ല. ഇന്നും തന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ആ ദൈവം അയച്ച കാക്ക ഇന്നും രാവിലെയും വൈകിട്ടും അപ്പവുമായിട്ട് ഇറച്ചിയുമായിട്ട് ദൈവം എത്തിക്കും. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ നമ്മളെക്കാൾ എത്രയോ വിശ്വസ്തരാണ് ദൈവം എല്ലാ നിലകളിലും. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഒരു സഭാ ശുശ്രൂഷയിൽ നിൽക്കുവാന്ന് എനിക്ക് യോഗ്യതയൊന്നുമില്ല. ആഗ്രഹമൊക്കെ പണ്ടുണ്ടായിരുന്നു. ഞാന് ഈ മഹാരാഷ്ട്രയിലൊക്കെ ജീവിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയ പോലൊക്കെ ജീവിച്ച സാഹചര്യത്തിലും എന്റെ പ്രായത്തിലുള്ളവരൊക്കെ ഒരു പ്രാസികരായിട്ട് ദൈവസഭയിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ ഹൃദയം പൊടിയും. ഞാൻ കണ്ണീരോടുകൂടെ കർത്താവേ, ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കേണ്ടതാണ്. പക്ഷെ ദൈവത്തിന് എപ്പോഴും ഒരു സമയമുണ്ട്. നമ്മുടെ ഇഷ്ടമല്ല, അല്ലെ? നമ്മുടെ സമയമൊന്നുമല്ല. ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് വഴി കൂടെ വിട്ടാലും അവസാനം പിടിച്ചെടുക്കും. അതിനുശേഷം എന്റെ പപ്പ മരിച്ചു. എനിക്ക് തോന്നുന്നു 2014 പപ്പ മരിച്ചു. പപ്പ മരിച്ചതിന് ശേഷം ഞങ്ങളെ അപ്പനും പോയി, അമ്മയും പോയി. ഞങ്ങൾ 7 മക്കളും കൃപയാൽ വിശ്വാസത്തിലായിരുന്നു. പക്ഷെ സുവിശേഷ വരെ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കുടുംബമായിട്ട് കർത്താവിനെ അവരവരായിരിക്കുന്നതായ ദേശത്ത് കർത്താവിനെ ആരാധിച്ചു വരുന്നു. ഇന്ന് എന്റെ നാട്ടിൽ ഞാൻ മിക്കവാറും പോകാറുണ്ട്. നാട്ടിൽ പോകുമ്പോൾ സന്ധ്യയ്ക്ക് ടമ്പാറും കൂട്ടി വീട്ടുകളിൽ പാടുമ്പോൾ അതിനകത്ത് ഒരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന സമയത്ത് ഈ പരസ്യയോഗത്തിൽ ഞങ്ങൾ ചിറ്റാർ ടൗണിൽ ഞങ്ങൾ പരസ്യയോഗം നടത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ, അപ്പൊ ചില സ്ഥലങ്ങളിൽ പരസ്യയോഗം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തുള്ള ചായക്കടക്കാർ ചായയും എന്തെങ്കിലും കടിയൊക്കെ തരും. കാരണം ഈ 8 ചെറിയ പിള്ളേരെ കൊണ്ടല്ലേ പോയി നിൽക്കുന്നത്. അപ്പം അത് പ്രതീക്ഷിച്ച് തന്നെ ഞങ്ങളും പോകുന്നത്. പിള്ളേർ സെറ്റാണ് ഞങ്ങളും പോകുന്നത്. പക്ഷെ ഒരിക്കൽ എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട്, ആളെ ഒന്നും ഞാൻ പറയില്ല, കാരണം അദ്ദേഹത്തിന് അതൊരു ഇതാകണ്ട. ഞങ്ങള് സുവിശേഷ വേല ചെയ്യുന്ന പരസ്യവും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഇദ്ദേഹം ഒരു 3-4 നമ്മുടെ നാട്ടിൽ ബോണ്ട എന്ന് പറയും, ഈ ബോണ്ട വാങ്ങിച്ച് ഞങ്ങളുടെ നേരെ നീട്ടി, പിള്ളേരെ നേരെ നീട്ടി. ഞങ്ങൾ അത് എടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം വലിച്ചെടുത്തോണ്ട് അങ്ങ് പോയി. അപ്പൊ ഞങ്ങളെ കളിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഞാന് ഒരു ദിവസം രാവിലെ ഞാന് വർഷങ്ങൾക്ക് ശേഷം രാവിലെ ഞാൻ ചിറ്റാർ സ്റ്റാൻഡിൽ ചെന്നിറങ്ങുമ്പോൾ തൊട്ടടുത്ത് ഒരു പരസ്യവും നടത്തും. രാവിലെ ദൈവവചനം കുറിച്ച് പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ അന്ന് ഞങ്ങളെ ആക്ഷേപിച്ച ആ മനുഷ്യൻ ആ കവലയിൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതി നോക്കിക്കേ. അപ്പം എനിക്കത് ഒത്തിരി സന്തോഷമായി. ഞാൻ കുറെ നേരം അദ്ദേഹത്തിനോടൊപ്പം അവിടെ നിന്നു. ഞാൻ കാര്യമൊന്നും ഓർപ്പിച്ചില്ല. പക്ഷെ അദ്ദേഹം അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ ആ ജീവിതം അങ്ങനെ ആയിരുന്നു, അങ്ങനെ കാണിച്ചതാണ്. പക്ഷെ അവരെയൊക്കെ ഇന്ന് സ്ഥലങ്ങളിൽ
ഈ നമ്മൾ ചെല്ലുമ്പോൾ ആ, പിന്നെ പ്രാർത്ഥനയും ഒക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എന്റെ നാടെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. ആ ഗ്രാമത്തിൽ ഞങ്ങളുടെ വീട്ടുകളിൽ മാത്രമേ ഉള്ളായിരുന്നു പെന്തക്കോസ്ത് ആരാധനയും പ്രാർത്ഥനയും ഒക്കെ. പക്ഷെ ഇന്നിപ്പം ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കാൾ അധികം പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ആ ദേശത്തുണ്ടായത് കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. കർത്താവ് പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഒത്തിരി ഒന്നും ഈ പിന്നെ ആൾക്കാരെ പ്രകമ്പനം കൊള്ളിക്കുന്ന സാക്ഷ്യമൊന്നും പറയാനില്ല. എനിക്ക് ഒറ്റ സാക്ഷ്യമുണ്ട്. അതാണ് എന്റെ സാക്ഷ്യം. നമ്മൾ വിശ്വസ്തയോടുകൂടെ നിന്നാൽ കർത്താവ് ദേശത്തായാലും നമ്മളെ അയക്കുന്ന സ്ഥലത്തായാലും നമ്മളെ മാനിക്കും എന്ന് പറഞ്ഞാൽ പണം ഇട്ട് തരുമെന്ന് അതൊന്നും അല്ല. കാരണം എന്നെ ആക്ഷേപിച്ച, അതായത് പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് പിന്നെ ചക്കയുടെയൊക്കെ പേര് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്നത്. ചക്കയുടെയൊക്കെ പേര് പറഞ്ഞു. കാരണം ചക്കയുള്ള വീട് നോക്കി യോഗം ചേരണം, അത് കൊത്തനാണെങ്കിലും ഞങ്ങൾ ഭക്ഷിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഈ പറഞ്ഞ ആളുകളൊക്കെ പിന്നീട് ഞങ്ങളുടെ പറമ്പിൽ ചക്ക കൂട്ടി തിന്നോണ്ടിരുന്നത്. തമാശ പറഞ്ഞല്ല. ഇന്നും ഇന്നും പിന്നെ പ്ലാവ് ഇഷ്ടം പോലെ പ്ലാവുണ്ട്. പിന്നെ ആനയൊക്കെ ഇറങ്ങി ഇപ്പൊ തല്ലി ഒടിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഈ വസ്തുവിന്റെ 4 സൈഡും നട്ടുവെക്കുന്ന മൊത്തം പ്ലാവാ. ഈ പ്ലാവെല്ലാം കൂടെ കായ്ച്ചു വന്നപ്പോൾ പല സൈസിലുള്ള ചക്ക. ആളുകൾ വന്നിട്ട് പപ്പായോടെ ചായ ആയിരിക്കും ചക്ക, ഈ ആ പ്ലാവ് മൊത്തം കൊണ്ടുപോകാനാ പറഞ്ഞത്. ഒരു സമയത്ത് ഞങ്ങളെ പാട്ടുപാടി കളിയാക്കിയ പാർട്ടികളാ. അവൻ ദൈവം എത്രത്തോളം നല്ലവരാണ്, വിശ്വസ്തനാണ്. പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ വേലയിൽ ഇറങ്ങി. സുവിശേഷ വേല ഞാൻ ആരോടും പിന്നെ എന്റെ ദാരിദ്ര്യം ഒന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. പക്ഷെ എന്നെ ദൈവം ആ നിലയില് പിന്നെ എനിക്ക് വേണ്ടുന്നതൊക്കെ അതാത് സമയങ്ങളിൽ എനിക്ക് വേണ്ടുന്നൊക്കെ കർത്താവ് തന്ന് ഞങ്ങളെ വഴി നടത്തുന്നു. ഇപ്പോഴ് വയനാട്ടിലാണ് ഞാൻ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇവിടെ 3 വർഷത്തിൽ കൊണ്ടൊന്നും ഒരു ദേവദാസൻ ഇരുന്നിട്ടില്ല. ഇതിപ്പോ 5ാമത്തെ വർഷമാണ്. അടുത്ത വർഷം മാറണം ആഗ്രഹമുണ്ട്. ഈ വർഷം മാറണ്ട, പാസ്റ്റർ ഇഷ്ടം പോലെ തന്നെ വിടുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ ഞങ്ങൾ സന്തോഷമായിട്ട് വയനാട് ജില്ലയിൽ പോകുന്നു. എനിക്ക് മറ്റൊരു ബുദ്ധിമുട്ട്, വയനാട് കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഞാൻ വയനാട് വന്ന ഒരു രോഗി തന്നെയായി മാറി. രോഗിയായിട്ട് തന്നെ മാറി. ശ്വാസം മുട്ടല്, അലർജി, അതൊക്കെ എനിക്ക് മക്കൾക്കും അത് തന്നെ. വൈഫ് ഈ കോഴിക്കോട് ജില്ലയിലായതുകൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടില്ല എങ്കിലും ഞങ്ങളും മക്കളും വളരെ പിന്നെ കാലാവസ്ഥയുടെ വിചാരത്തിൽ വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അയക്കുന്ന ഇടത്തൊക്കെ പോകാറുണ്ട്. വലിയ പ്രാസംഗികനോ അറിയപ്പെട്ട ഉപദേശിയോ പാസ്റ്ററൊന്നും അല്ല. എങ്കിലും കർത്താവ് നമ്മുടെ പിന്നെ കൂടെ പഠിച്ചവര്, പരിചയക്കാരൊക്കെ വിളിക്കും, പല സ്ഥലങ്ങളിൽ വിളിക്കാറുണ്ട്. അവിടെ പോയി ദൈവവചനം പ്രസംഗിക്കാറുണ്ട്. വലിയ കൺവെൻഷൻ സ്റ്റേജിലൊന്നും ഇതുവരെ നിന്നിട്ടില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക്, അങ്ങനെയുള്ള കുടുംബ പ്രാർത്ഥനയ്ക്ക് പിന്നെ കൃപയാല ഞാൻ അതിനുശേഷം ഞാൻ പിന്നെ MD എടുത്തിരുന്നു. അങ്ങനെ ഒരു 2 ബൈബിൾ കോളേജിൽ ആഴ്ചയിൽ 2 ക്ലാസ് വെച്ചുകൊണ്ട് അതിന് പോകുന്നു. അങ്ങനെ ഞാൻ എല്ലാം കൊണ്ടും സംതൃപ്തനാണ്. സുവിശേഷ വേലയിൽ ദൈവവചനം പഠിപ്പിച്ചും അതുപോലെ ദൈവവചനം സംസാരിച്ചും സഭാ ശുശ്രൂഷ ചെയ്തും അപ്പോൾ തന്നെ മുറ്റത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ കൃഷികളൊക്കെ ചെയ്തും ഒക്കെ ഞങ്ങൾ പോകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുക. സുവിശേഷ വേലയിൽ അവസാനത്തോളം, കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം നമ്മളിൽ നിന്ന് എടുക്കപ്പെടുന്ന നിമിഷം വരെയും സുവിശേഷ വേല ചെയ്ത തന്നെ പോകണമെന്നാണ് ആഗ്രഹം. ഈ കാലഘട്ടത്തിൽ എന്നേക്കാൾ ഭക്തന്മാർ, എന്നേക്കാൾ ശ്രേഷ്ഠന്മാർ എത്രയോ ആളുകൾ പ്രസംഗിച്ച വചനത്തിന് വിപരീതമായിട്ട് അവർ നിൽക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ലാത്ത, ദൈവവചനമായിട്ട് നിൽക്കുവാൻ ഒരു വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പണമോ സൗന്ദര്യമോ ഒന്നുമില്ലാത്ത ഞാൻ പറഞ്ഞ മഹാരാഷ്ട്രയില് എന്നൊക്കെ ഞാൻ നാട്ടിൽ വന്നില്ലായിരുന്നു. അവിടെ വെച്ച് ആരെയൊക്കെ തല്ലിക്കൊന്ന് അവിടെ ദഹിപ്പിച്ചു കളയത്തേ ഉള്ളായിരുന്നു. ആ ഒരു സ്വഭാവമായിരുന്നു. കാരണം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ കടിക്കുക എന്ന് പറയുമ്പോൾ അവരെ കൈ കിട്ടിയ ചാറ് ഉച്ചിയും എടുക്കും, ജീവനോട് കിട്ടത്തില്ല. പക്ഷെ അന്നത്തെ പിന്നെ കഴിവും അന്നത്തെ ആ ഒരു പിന്നെ എന്താ പറയുന്ന ഒരു ചോരത്തിളപ്പൊക്കെ ആയിരിക്കാം. അങ്ങനെ
അവിടെ വെച്ചൊക്കെ ആരെങ്കിലും തല്ലിക്കൊന്ന് ഏതെങ്കിലും മശാനത്തിൽ കത്തിച്ചു കളയേണ്ട സാഹചര്യമായിരുന്നു. പക്ഷേ കർത്താവിന് നമ്മളെ പറ്റി ഒരു വലിയ പദ്ധതി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ കണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ എന്റെ അപ്പന്റെയും അമ്മയുടെയും വല്യപ്പച്ചന്റെയും ഒക്കെ കണ്ണുനീര് കണ്ടത് കൊണ്ട്. കാരണം അവരെ ലജ്ജിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം അവര് സകല സുഖ സൗകര്യങ്ങളും കളഞ്ഞ ഈ ആന കയറുന്ന, ആന വസിക്കുന്നതായ കാട്ടിൽ വന്നിട്ട് കർത്താവിന്റെ വേല നിമിത്തം ആക്ഷേപമേറ്റ് പട്ടിണി കിടന്ന ദേശത്തോട് സുവിശേഷം പറഞ്ഞ് നടന്നതായി അവരെ ദൈവം മാനിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ദൈവം തന്നെ ആ നിയോഗത്തിനായിട്ട് തന്നെ ഞങ്ങളെയും വിളിച്ചു. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും 100% പിന്നെ പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ നമ്മുടെ കയ്യിലും മനുഷ്യരാണ്. വീഴ്ചകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ, മറ്റൊരു തെറ്റൊന്നും വിചാരിക്കരുത്. വേണ്ടുന്നത് പോലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിലും നമുക്ക് പ്രാപ്തിക്കൊറ്റവണ്ണം, കാരണം ഞങ്ങള് ദൈവം തന്നതായ കഴിവനുസരിച്ച് വിശ്വസ്തയോടുകൂടെ എല്ലാ സഭകളിലും ഒരു സഭയിൽ നിന്നും പോകണമെന്നും ഓടിച്ചു വിട്ടിട്ടില്ല. ഇന്നവരെ ഓടിച്ചു വിട്ടിട്ടില്ല. മതി, ഇന്നത് മതി, പൊക്കോളാൻ പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, ഓടിച്ചു വിട്ടിട്ടില്ല. നമ്മൾ 4 വർഷമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ പോകുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പം ഞങ്ങൾക്ക് എനിക്ക് ഇത്രയും പറയാൻ ഉള്ളൂ. ഞങ്ങളെ ക്രിസ്തീയ ജീവിതം പിന്നെ പലപ്പോഴും മനുഷ്യരാ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ചിന്തിച്ച് മനസ്സിൽ വരും, മുളയ്ക്കും, നമ്മളെക്കാൾ ശ്രേഷ്ഠരായ കണ്ടതാ പോയി. ഇപ്പൊ തന്നെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളിലൊക്കെ കാണുന്ന ഓരോ സംഭവങ്ങൾ, ഇതൊക്കെ കാണുമ്പം നമ്മൾ ആരാ, നമ്മളെ ഏത് സമയത്ത്. പക്ഷെ അതല്ല നമ്മളെ ഒന്നുമല്ലാത്തവരാണ് ദൈവത്തിന് ആവശ്യം. ഒന്നുമല്ലാത്തവന്. അപ്പോഴ് ആ ഒന്നും അല്ലാത്തവൻ തന്നെയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഞാൻ ഒരു സമയത്ത് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഈ പ്രസ്ഥാനത്തിന്റെ എന്തെങ്കിലുമൊക്കെ സ്ഥാനത്തൊക്കെ വന്ന് കസാരയിലൊക്കെ തിരിക്കണം എന്നുള്ള. പക്ഷെ ആ ആഗ്രഹം എല്ലാം കുഴിച്ചുകൂടി. ഒന്നും വേണ്ട. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ലോക്കൽ സഭയുടെ പരിപാലനം, പിന്നെ ഇഷ്ടംപോലെ കവലയുണ്ട്. ഒരു ഹാൻമൈക്കും എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേർക്കും. ഞങ്ങൾക്ക് എന്നും പ്രോഗ്രാമാ. ഞങ്ങൾ ഈ കവലകളിലെല്ലാം ഇറങ്ങി കർത്താവിനെ സാക്ഷിക്കും. പാടാനൊന്നും കഴിവൊന്നുമില്ല, പാടാനും സ്വരമൊന്നുമില്ല. പക്ഷെ തന്ന സ്വരത്തിന് ഈ പാടും, തന്ന അനുസരിച്ച ദൈവവചനം സംസാരിക്കും. ഈ വയനാട് ജില്ലയുടെ ഏകദേശമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പരസ്യമായിട്ട് പോയിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെ, അതാണ് ഏറ്റവും നല്ല ശുശ്രൂഷ എന്റെ ജീവിതത്തിൽ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങളുടെ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നു. പ്രത്യേകാൽ ഇങ്ങനൊരു അവസരം ആരോമ TV എന്റെ സാക്ഷ്യം പറയുവാനായിട്ട് അവസരം തന്നതിന് വളരെ വളരെ നന്ദി. പ്രത്യേകാൽ പാസ്റ്ററോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കർത്താവദാസൻ ലാലു ചാക്കോ. അരോമ TVയിലെ പ്രേക്ഷകരോട് ദേവദാസന് പറയാനുള്ള എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ജീവിതത്തില് ഇന്ന് കാണുന്ന നമ്മുടെ സമൂഹത്തില് ഉള്ളതായ സാഹചര്യങ്ങളെ കുറിച്ചുള്ളതായ ഒരു ചെറിയൊരു സന്ദേശം പറയാം. ആരോമ TV പ്രേക്ഷകരോട് പറയുവാനായിട്ട് എനിക്കുള്ളത്, ഞാൻ പറഞ്ഞതായ സാക്ഷികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഈ കാലം നമ്മൾ പോകുന്നതായ കാലഘട്ടം, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കേണ്ടതൊക്കെ കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ച തലമുറകളാണ് നമ്മളെ ഒരു 10 വർഷം മുൻപോട്ട് പോയാൽ കാളവണ്ടി യുഗത്തിൽ നിന്ന് നമ്മളിപ്പോ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വന്ന്, കാളവണ്ടി യുഗം നമ്മൾ കണ്ടു, കമ്പ്യൂട്ടർ യുഗം കണ്ടു. അപ്പൊ ഏകദേശം എല്ലാം നമുക്ക് കാണാൻ ഒരു ഭാഗ്യം. ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ കർത്താവിന്റെ വരവും നമ്മുടെ കാലഘട്ടത്തിലായാൽ ഏറ്റവും ഭാഗ്യം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു സമയം നമ്മളോട് സത്യസുവിശേഷം അതിശക്തമായി പങ്കുവച്ച ശ്രേഷ്ഠന്മാർ അവർ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായിട്ട് അവരിപ്പോൾ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടുവരികയാണ്. ആഭരണം ധരിക്കരുത് എന്ന് പ്രസംഗിച്ചവർ ആഭരണം ധരിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷ പറയാത്തവൻ ജഡികനാണെന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് അന്യഭാഷയ്ക്ക് വിപരീതമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല വിധത്തിൽ പ്രസംഗിച്ചതിന് വിപരീതമായി ജീവിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മളെക്കാൾ ശ്രേഷ്ഠരായി പോകുമ്പോൾ
പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം കൊണ്ടിടും. നമുക്കും പോയാലല്ല, നമ്മളെക്കാൾ വലിയവർ പോയില്ലേ, നമുക്കും പോയാലല്ല, നമുക്ക് ഉപയോഗിച്ചാലല്ല. ഇത് വാസ്തവത്തിൽ അവൻ പറഞ്ഞത് ശരിയല്ലേ? പക്ഷെ ശരിയല്ല, അത് തെറ്റ് തന്നെയാ. ആ ശ്രേഷ്ഠന്മാർ പട്ടു പൊക്കോട്ട്. ദൈവം ഒരു ശേഷിപ്പിന് എക്കാലത്തും വെച്ചിട്ടുണ്ട്. ആ ശേഷിപ്പിൽ ഒരാളായിരിക്കണം ഞാനും നിങ്ങളും. ആ ശേഷിപ്പിൽ ഒരാളായിരിക്കണം. ആരെല്ലാം പട്ടുപോയ സ്വർഗത്തിൽ ഒത്തിരി ആൾക്കാരെ കൊണ്ട് ഇരുത്താമെന്നും ദൈവം നമ്മളോട് ഉടമ്പടി ഒന്നും ചെയ്തിട്ടില്ല. വിശ്വസ്തരായവരെ അവൻ തെരഞ്ഞെടുക്കും. അതിലൊരാളായിരിക്കണം ഈ പ്രേക്ഷകരും ഞാനും. നമ്മൾ ഒരുമിച്ചായിരിക്കണം. നമ്മളെ കർത്താവ് നമ്മളെ കൈവിടാതെ അവന്റെ കൽപ്പനയെ അനുസരിച്ച് നാം പ്രസംഗിക്കുന്ന സുവിശേഷം സത്യസുവിശേഷമാണ് ഉറപ്പുണ്ടെങ്കിൽ അതിൽ നിന്നും വിപരീതമായിട്ടൊരു ദൂതൻ പോലും പറഞ്ഞാൽ അത് വിശ്വസിക്കരുന്ന, അംഗീകരിക്കരുന്ന അല്ല, തിരുവചനം പറഞ്ഞത് അങ്ങനെയാ. അപ്പം വലിയ വലിയ ആൾക്കാർ വീണ് പോയിട്ട്, കാരണം അവരെ വിശ്വാസത്തോണിയിൽ കർത്താവില്ല. കർത്താവില്ല. കർത്താവ് ഉണ്ടെങ്കിൽ അവര് വിശ്വാസത്തോണിയിൽ അവര് വീണു പോകത്തില്ല. പഴയൊരു പാട്ടുണ്ട്, നിന്റെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടോ, അവൻ അമരത്ത് തല വെച്ചു മയങ്ങുകയോ. അപ്പൊ നമ്മുടെ വിശ്വാസത്തോണിയിൽ കർത്തനുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകമാകുന്ന കടലിൽ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ശ്രേഷ്ഠന്മാരായവർ വിട്ടുപോട്ടെ, പട്ടുപൊക്കോട്ടെ. ഒന്നുമല്ലാത്ത ആർക്കും വേണ്ടാത്ത കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ അഴിച്ചുകൊണ്ട് വരാനാണ് കർത്താവ് പറഞ്ഞത്. ആ ഒരു കഴുതയായിട്ട് നമ്മൾ നിന്നാ മതി. കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. നമുക്ക് അന്ത്യത്തോളം നിൽക്കാം. കർത്താവിന്റെ വരെ നിൽക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നാൽ അങ്ങനെ നിൽക്കാം. അല്ല, അതിനു മുൻപേ നമ്മുടെ ശ്വാസം പോകുന്നുവെങ്കിൽ അവിടം വരെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നിത്യതയെ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം, ദൈവം നടത്തിയ നാൾ വഴികളെ കുറിച്ചുള്ളതായ നല്ല ഓർമ്മകൾ പങ്കുവച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലു ചാക്ക അവരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇത്രത്തോളം സമയം വിലപ്പെട്ട ആ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. ബാല്യകാലത്ത് ചിറ്റാറിലുള്ളതായ ആ കുട്ടിക്കാലവും അതിനുശേഷം കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ ഇടയായി തീർന്ന സാഹചര്യവും, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ടും ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അത്യാവശ്യങ്ങളും കുടുംബത്തിലെ ബാധ്യതകളും ഒക്കെ ജോലിയോടുള്ള ബന്ധത്തിൽ പോകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ജീവിതത്തിൽ കടന്നു വന്നതായ ചില സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കേൾക്കാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്നാൽ കർത്താവിന് വേണ്ടി ദൈവം നിശ്ചയിച്ചിട്ടുള്ള, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി എവിടെ പോയിരുന്നാലും അവനെ കറക്കി തിരിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദൈവം കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. സ്തോത്രം. കർത്താവിന്റെ പാസ്റ്റർ ലാലു ചാക്കോ അവറുകൾ ഇന്ന് കർത്താവിന്റെ വേലയിൽ വളരെയേറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും കൈത്താങ്ങലുമായി തീർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മകൻ, അവന്റെ ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. വളരെ ചെറുപ്പമായിരുന്നിട്ട് പോലും സുവിശേഷ വേലയെക്കുറിച്ചും സുവിശേഷ വേലയിലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നതിനെ കുറിച്ചുള്ളതായ ആ ഒരു ആത്മഭാരം ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും ഇടയായി തീർന്നു. തീർച്ചയായിട്ടും ആ മാതാപിതാക്കന്മാരുടെ ആ നല്ല ഒരു ആഗ്രഹമാണ് കുഞ്ഞുങ്ങളെ ആ നിലയിൽ വളർത്തിയെടുക്കുവാനും ട്രെയിൻ ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നത്. ആ ഒരു ദർശനം അവരുടെ ഉള്ളിലേക്ക് കൈമാറുവാനും ഇടയായി തീർന്നത്. ആ കുഞ്ഞുങ്ങളും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി വളരെയേറെ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകരായ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരമായിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നാം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ലാലു ചാക്കോ അവറുകൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥന നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അവിടുത്തെ ഒരു തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ കർത്താവെ നിന്റെ സന്നിധി ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാൻ നീ അവിടുത്തെ ഞങ്ങൾക്ക് നൽകി തന്നതായ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിശേഷാൽ ഇന്ന് പകലിൽ കർത്താവ് ആരോമ ടിവിയിലൂടെ അവരുടെ ദാസനുമായിട്ട് ഞങ്ങൾക്ക് അല്പസമയം കർത്താവ് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ
ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുവാൻ പങ്കുവെക്കുവാൻ ഇടയായല്ലോ. കർത്താവ് ഇതിന്റെ പ്രവർത്തനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആരോമ TV മുഖാന്തരം കർത്താവ് അനേകരുടെ സ്തോത്രം ആരും അറിയപ്പെടാതെ കിടക്കുന്ന ചില ദൈവദാസന്മാരെ ലോകം അറിയേണ്ടതിനാണ്. അവരുടെ ശുശ്രൂഷകൾ ലോകം അറിയേണ്ടതിനാണ്. ആമേൻ മുഖാന്തരമായി തീരുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ആമേൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതായ ആമേൻ ഇത് ശ്രദ്ധിക്കുന്നതായ എല്ലാ പ്രേക്ഷകരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ആരെങ്കിലും നിരാശയോട്, ആരെങ്കിലും വേദനയോട്, ആരെങ്കിലും അങ്ങയുടെ നാമ മഹത്വത്തിന് ഇറങ്ങുവാൻ ആഗ്രഹമുണ്ടായിട്ടും പലവിധമാകുന്ന തടസ്സങ്ങളാൽ നിൽക്കുന്നുവെങ്കിൽ അവർക്കൊരു ഉത്തേജനം, അവർക്കൊരു ആത്മബലം പകരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ പ്രിയ കർത്തദാസനായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് പ്രവർത്തനത്തിന് കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഇതിന് വരുന്നതായ കർത്താവ് സാമ്പത്തിക ചെലവുകള് കാര്യങ്ങളൊക്കെ ഉണ്ടോ, എല്ലാം കർത്താവെ അങ്ങയുടെ ദാസന്റെ നൽകി മാനിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതായി സ്തോത്രം. മാനവ മകത്വം എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയത്തോതി കേൾക്കണം പിതാവേ. ആമേൻ. താങ്ക് യു കർത്താദാസ് പാസ്റ്റർ ലാലു ചക്കവറുകൾ. ഇത്രത്തോളം സമയം അരോമ TVയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും വിലപ്പെട്ട സമയവും ചിലവഴിച്ച് നമ്മോടൊപ്പം ചേർന്നതിന് കർത്താവിന്റെ ദാസുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദേവദാസിനെയും കുടുംബത്തെ ശുശ്രൂഷകളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അരോമ TVയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നല്ലോ. ഈ ടെസ്റ്റ് മണി നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമയപ്പെടുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കാവുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിൽ സന്ദേശം അയക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com